ഇന്ത്യയുടെ തലസ്ഥാനം വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ഇനി BJP തന്നെ ഭരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്ത് തന്നെയായാലും എല്ലാവരെയും തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. BJPയുടെ മാജിക് വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് ഡൽഹി തെരഞ്ഞെടുപ്പിൽ. ഇതിനൊക്കെയും കാരണക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇപ്പുറത്തുള്ള കോൺഗ്രസും അതേപോലെ തന്നെ AAPയും ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ BJP എന്താണോ ആഗ്രഹിച്ചത് അത് തന്നെയായിരുന്നു രണ്ട് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും അവർക്ക് ലഭിച്ചത്. അതോടൊപ്പം തന്നെ ഈ ഒരു പരാജയത്തിൽ പാടെ തളർന്നു പോയ AAPക്ക് ഇനിയൊരു തിരിച്ചുവരവ് അസാധ്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ഒരു സാഹചര്യത്തിൽ സ്വന്തം ഇന്ത്യ മുന്നണിയിലെ സഖ്യമായിരുന്നിട്ടും ഇതുപോലൊരു പാർട്ടിയെ ഇതുപോലെ പരാജയത്തിലേക്ക് തള്ളിവിടാൻ സഹായിച്ച കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയങ്ങളൊക്കെയും തന്നെ വളരെയധികം സന്തോഷം നൽകുന്നതാവാനും സാധ്യതയുണ്ട്. കാരണം ഒരു കാലത്ത് എതിരില്ലാതെ വിജയിച്ചിരുന്ന ഡൽഹിയിൽ അവരെ പാടെ തകർത്തുകൊണ്ട് അതിശക്തമായ രീതിയിലുള്ള വളർച്ചയായിരുന്നു AAPയുടേത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ 40-50% വോട്ട് ഷെയർ ഉണ്ടായിരുന്ന കോൺഗ്രസിനെ പെട്ടെന്ന് 4% തകർത്തെറിയാൻ തീർച്ചയായിട്ടും AAPയെ കൊണ്ട് സാധിച്ചിരുന്നു. ആ സാഹചര്യത്തിൽ നിന്നും വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പ് പ്രതീക്ഷിക്കുക തന്നെ ആയിരുന്നു കോൺഗ്രസ് ചിന്തിച്ചിരുന്നത്. അതിനുവേണ്ടി തന്നെയാണ് ഇതുപോലെ മത്സര രംഗത്ത് ഇറങ്ങിയതും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ BJP വിജയിച്ചാലും കുഴപ്പമില്ല, ആം ആദ്മി തോറ്റാൽ മതി എന്ന ചിന്തയിലേക്ക് കാര്യങ്ങൾ പോയതും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വൻപൻ പരാജയം AAPയും കോൺഗ്രസും ഏറ്റുവാങ്ങിയതും. പക്ഷേ സ്വന്തം പാർട്ടി ഇതുപോലെ പരാജയത്തിലേക്ക് കുപ്പുകുത്തിയെങ്കിലും 4% വോട്ട് ഷെയർ 6% മുകളിലേക്ക് ഉയർത്താൻ കോൺഗ്രസിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം BJPയും അതേപോലെ തന്നെ ആം ആദ്മി പാർട്ടിയും ശത്രുപാളയത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ഒരുപക്ഷെ BJP എന്ന് പറയുന്നത് നേരിട്ട് മത്സരിക്കുന്ന ശത്രുവാണെങ്കിൽ ആം ആദ്മി എന്ന് പറയുന്നത് ഒപ്പം കൂടി നിൽക്കുന്ന ശത്രുവും. ഒരു കാലത്ത് കോൺഗ്രസിന്റെ ഈ അവസ്ഥയിലേക്ക് തന്നെ തള്ളിവിട്ടത് ശരിക്കും പറഞ്ഞാൽ AAP എന്ന കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസിന്റെ ഭൂരിഭാഗം വോട്ടർമാരും തീർച്ചയായിട്ടും ഇപ്പോൾ വോട്ട് ചെയ്യുന്നത് ആം ആദ്മിക്കാണ്. അതായത് ആം ആദ്മി പാർട്ടിയിലുള്ള മുഴുവൻ ആളുകളും കോൺഗ്രസിൽ നിന്നും വന്നവരാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അവരെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരിക എന്നൊരു വഴി മാത്രമാണ് കോൺഗ്രസിന് തിരിച്ചുവരവിനായി ഉള്ളത്. ഇതുപോലെ മത്സര രംഗത്ത് രണ്ടുപേരും ഇന്ത്യ മുന്നണിയാണെന്ന് പോലും മനസ്സിലാക്കി കോൺഗ്രസും AAPയും അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയും കേജ്രിവാളും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കിയിട്ടും അവരെ നയിക്കേണ്ട നേതാക്കളാണെന്ന് മനസ്സിലാക്കിയിട്ടും അവർ പരസ്പരം ചെളിവാരി അറിഞ്ഞതും പരസ്പരം കുറ്റപ്പെടുത്തി പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാൻ ശ്രമിച്ചതും ആ ഒരു സാഹചര്യത്തിൽ പല സമയങ്ങളിലും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ മോഡിയെ ആക്രമിക്കുന്നതിന് പകരം കേജ്രിവാളിനെ ആക്രമിക്കുന്നതും അതേപോലെ തന്നെ കേജ്രിവാൾ രാഹുൽ ഗാന്ധിയെ ആക്രമിക്കുന്നതും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എങ്ങനെയെങ്കിലും വിജയം കൊയ്യുക എന്നത് മാത്രമായിരുന്നു ആം ആദ്മിയുടെ ലക്ഷ്യം. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വോട്ട് ഷെയർ കൂട്ടുക അതേപോലെ തന്നെ ഏതെങ്കിലും 1-2 സീറ്റുകൾ പിടിച്ചെടുക്കുക എന്നത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. ആ സാഹചര്യത്തിൽ തന്നെ കോൺഗ്രസിന് വോട്ട് ഷെയർ കുറച്ചെങ്കിലും കൂട്ടാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ഒരു വിജയം പോലും അവർക്ക് ലഭിക്കാത്തത് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിക്ക് അടക്കം വലിയ ക്ഷീണം തന്നെയാണ് നൽകുന്നത്. എന്നാൽ ആം ആദ്മിയെ സംബന്ധിച്ചിടത്തോളം വിജയത്തിൽ കുറഞ്ഞ മുഖ്യമന്ത്രി പദത്തിൽ കുറഞ്ഞ മറ്റൊന്നും തന്നെ അവർക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. പക്ഷെ അതിനൊക്കെ തന്നെ വിലങ്ങുതടി ആയിട്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആം ആദ്മിയുടെ പരാജയം. തീർച്ചയായിട്ടും കോൺഗ്രസ് വിചാരിച്ചത് തന്നെയായിരുന്നു അവിടെ സംഭവിച്ചത്. ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടായിരുന്നു കോൺഗ്രസും അതേപോലെ തന്നെ ആം ആദ്മിയും അവിടെ മത്സരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും വിജയത്തിലേറാൻ മുഖ്യമന്ത്രി പദത്തിലേറാൻ അവരെ കൊണ്ട് തന്നെ സാധിക്കുമായിരുന്നു. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളില്ലാതെ ആം ആദ്മിക്ക് അവിടെ വിജയിക്കാൻ സാധിക്കില്ല എന്ന് തെളിയിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ അതേപോലെ തന്നെ ആം ആദ്മിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ ആവശ്യമില്ല നമുക്ക് ജയിക്കാൻ എന്ന് തെളിയിക്കേണ്ട ആവശ്യവും. പക്ഷെ ആ സാഹചര്യത്തിൽ കോൺഗ്രസ് വിചാരിച്ചതുപോലെ സംഭവിച്ചു എങ്കിൽ പോലും അവരുടെ ഭരണം കയ്യിൽ നിന്ന് പോയി എന്നത് യാഥാർത്ഥ്യം. ഒരുപക്ഷെ ആം ആദ്മിക്ക് കുറച്ചെങ്കിലും കോൺഗ്രസിന്റെ സപ്പോർട്ട് വേണം എന്ന രീതിയിൽ കേജ്രിവാൾ ചിന്തിച്ചിരുന്നുവെങ്കിൽ എനിക്ക് മാത്രം എല്ലാം ഒറ്റയ്ക്ക് സാധിക്കുമെന്ന കാര്യത്തിന് പകരം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്നാൽ കുറച്ചെങ്കിലും മുമ്പോട്ട് പോകാൻ സാധിക്കുമെന്ന രീതിയിലൊരു ചിന്ത അവർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ആം ആദ്മിയുടെ കയ്യിൽ ഭദ്രമായിരിക്കുമായിരുന്നു ഡൽഹി എന്ന ഇന്ത്യയുടെ തലസ്ഥാനം. ഒരു പരിധിവരെ ആം ആദ്മിയുടെ ഞാനെന്ന ഭാവവും അതേപോലെ തന്നെ ഞങ്ങൾക്ക് വിജയിക്കാൻ പിന്നെ ഒരാളുടെ സഹായം ആവശ്യമില്ല എന്ന തോന്നൽ തന്നെയാണ് ഇതുപോലെ വമ്പൻ പരാജയത്തിലേക്ക് അരവിന്ദ് കേജ്രിവാളിനെ അടക്കം തള്ളിയിട്ടത്.